പാൽക്കപ്പ തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ: കപ്പ 1 കിലോഗ്രാം, തേങ്ങാപ്പാൽ ഒരു വലിയ തേങ്ങയിൽ നിന്നും എടുത്തത്, 1-ാം പാലും 2-ാം പാലും ചേർത്ത് ഏകദേശം 750 ml, ചുവന്നുള്ളി 10-15 എണ്ണം, വെളുത്തുള്ളി 7 എണ്ണം, പച്ചമുളക് 3-4 എണ്ണം, വറ്റൽമുളക് 3 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് പാൽക്കപ്പയുടെ പാചക രീതി മനസ്സിലാക്കാം. 1 കിലോഗ്രാം കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇത് മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി കൊത്തി നുറുക്കാം. ഇനി 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ച് നന്നായി കഴുകിയെടുക്കണം. ഒരു ചരുവത്തിൽ വെള്ളമൊഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കാറാവുമ്പോൾ കഷ്ണങ്ങളാക്കിയ കപ്പ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർക്കാം. കപ്പ വെള്ളത്തിൽ കിടന്ന് പാകത്തിന് വേകട്ടെ. കപ്പ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കപ്പ എടുത്ത് കൈ കൊണ്ട് ഞെക്കുമ്പോൾ പൊട്ടുന്നതാണ് ശരിയായ പാകം. ചെറുതായി വിണ്ട് കീറാൻ തുടങ്ങുന്ന നോക്കിയും പാകം അറിയാം. കപ്പ വേകുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇടികല്ലിലോ മിക്സിയിലോ ചതച്ചെടുക്കാവുന്നതാണ്. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചിക്ക് പകരം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഇഞ്ചിയാണ് ചേർക്കുന്നത്. നമ്മുടെ കപ്പ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി വെള്ളം പൂർണ്ണമായി ഊറ്റിക്കളഞ്ഞ ശേഷം ഒരു പാനിലേക്ക് മാറ്റാം. ഇതിലേക്ക് അരപ്പും എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലും ചേർത്ത് ഒന്ന് വേവിക്കാം. അധികം ഉണങ്ങാത്ത തേങ്ങയാണ് തേങ്ങാപ്പാലിന് നല്ലത്. തേങ്ങാപ്പാൽ എടുക്കാൻ പ്രയാസമുള്ളവർക്ക് മാർക്കറ്റിൽ കിട്ടുന്ന തേങ്ങാപ്പാലിൻ്റെ പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങാപ്പാലും അരപ്പും കപ്പയിലേക്ക് ഒന്ന് പിടിക്കട്ടെ. ഇത് വറ്റി വരുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാലും ചേർത്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്.
ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിക്കാം. ചുവന്നുള്ളി ഗോൾഡൻ നിറം ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വറ്റൽമുളകും ചേർത്തിളക്കാം. കറിവേപ്പില കൂടി ചേർക്കാം. ഇത് ചൂടോടെ നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഒഴിക്കാം. നമ്മുടെ പാൽക്കപ്പ തയ്യാറായി കഴിഞ്ഞു. പാൽക്കപ്പയുടെ കൂടെ ചിക്കൻ കറിയോ മീൻ കറിയോ ബീഫോ ഏതായാലും ചേരും. ഇതുവരെ പാൽക്കപ്പ ഉണ്ടാക്കാത്തവർ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്